ഒരു ബൗളിൽ ഞാൻ 2 വലിയ മുട്ട ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഘീ വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിയിലയും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഗാർലിക് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയൊന്ന് പകുതി കുക്കായിട്ട് വരട്ടെ കേട്ടോ. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സൈഡ് ഇഷ്ടക്കുറവില്ലാത്തവർക്ക് സൈഡ് വെച്ചിട്ട് തന്നെ വെക്കാം കേട്ടോ. എനിക്കിതിൻ്റെ സൈഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് കട്ട് ചെയ്തതാണ്. ഈ ബ്രെഡ് സ്ലൈസസ് വെച്ചിട്ട് നമുക്ക് ഓംലെറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗാർലിക് ബട്ടർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അതൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കണ്ട, 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ. ഇനി പതുക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, തീ കുറച്ചിട്ട് വേണം വെക്കാൻ. ബാക്കി നമ്മുടെ അടുത്ത് ഉണ്ടാക്കി വെച്ച ബട്ടർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലേക്ക് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കുക്കായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ അഥവാ പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓനിയൻ സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചേർക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ എണ്ണയിൽ വഴറ്റിയിട്ടൊന്നുമില്ല, അതേപടി ചേർക്കുകയാണ്. കുറച്ച് മോസറല്ല ചീസും കുറച്ച് ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ചേർത്തോളൂ. എന്തൊക്കെയാണ് പച്ചക്കറികളെന്ന് വെച്ചാൽ ചേർക്കാം. ടൊമാറ്റോ, ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർക്കാം. പിന്നെ കുറച്ചും കൂടി ചീസ് ചേർക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ. എരിവ് അത്ര പ്രശ്നമില്ലെങ്കിൽ ചതച്ച മുളകുണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കണില്ല, ഒറിഗാനോ മാത്രമേ ചേർക്കുന്നുള്ളൂ. എൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് ഒലീവ്സ് ഇരിക്കുന്നുണ്ട്, അപ്പം ഞാൻ കുറച്ച് ഒലീവ്സും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊരു ചെറിയ തീയിൽ നമുക്ക് അടച്ച് വെച്ച് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളുടെ അടുത്ത് പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരും കേട്ടോ. അപ്പം ഞാൻ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇപ്പം ഞാനിതിൻ്റെ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണിത്. നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കണ പോലെ എത്ര മെനക്കെടുന്നില്ല ഉണ്ടാക്കാനായിട്ട്. മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം എല്ലാവരും ഈ പിസ്സ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു അടിപൊളി ഡിഷുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.